നൊബേൽ സമ്മാനം നിഷേധിച്ചതിലുള്ള പ്രതിഷേധം നോർവീജിയൻ പ്രധാനമന്ത്രിയെ കത്തിലൂടെ അറിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാനം മാത്രം ലക്ഷ്യവെച്ചല്ല താൻ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതെന്നുള്ള നൊബേൽ കമ്മിറ്റിയുടെ പരാമർശത്തെയും ട്രംപ് കത്തിൽ വിമർശിക്കുന്നു. ഇനി അമേരിക്കയുടെ ശരികൾക്കൊപ്പം നീങ്ങുമെന്നും ട്രംപ് പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്തായാലും ട്രംപിന് ഈ പറയുന്നത് പോലെ സമാധാന നൊബേൽ കിട്ടാത്തതിലുള്ള നിരാശ അതിപ്പോഴും അദ്ദേഹത്തിൽ നിന്നും വിട്ടുപോയിട്ടില്ലല്ലോ അല്ലേ? തീർച്ചയായും വിഷ്ണു, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ആ കത്തിൻ്റെ പകർപ്പ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കത്തയച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിക്കാത്തതിലുള്ള നിരാശ കൃത്യമായി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ തന്നെയാണ് നോർവീജിയൻ ട്രസ്റ്റാണ് ഇത്തരത്തിൽ നൊബേൽ സമാധാന സമ്മാനം നൽകുന്നത്. ആ സമാധാന സമ്മാനം നൽകുന്ന നോർവീജിയൻ ട്രസ്റ്റിനുള്ള എതിരായൊരു വിമർശനം അല്ലെങ്കിൽ നോർവീജിയയുടെ പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. നോർവീജിയൻ ട്രസ്റ്റ് എന്തുകൊണ്ടാണോ സമാധാന സമ്മാനം നൽകുന്നത് ഒഴിവാക്കാനുള്ളൊരു തീരുമാനം, അതിൽ നിന്നും ട്രംപിനെ ഒഴിവാക്കാനുള്ളൊരു തീരുമാനമെടുത്തത്, അതിൻ്റെ അടിസ്ഥാനപരമായ കാരണമായി ഈ നൊബേൽ സമ്മാന സമിതി കൃത്യമായി നിരീക്ഷിച്ചത് സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമല്ല, അദ്ദേഹം അവകാശപ്പെടുന്ന 8 യുദ്ധങ്ങൾ എന്ന് പറയുന്ന 8 യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചത് സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല, മറ്റ് സാമ്രാജ്യത്വ ലക്ഷ്യങ്ങളുണ്ട് എന്ന പറയാതെ പറയുന്നൊരു നിലപാടായിരുന്നു. അത്തരം നിലപാട് പറഞ്ഞതിലൂടെ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം കത്ത് എഴുതിയിരിക്കുന്നത്. വളരെ രഹസ്യമായി അയച്ച കത്ത് എങ്ങനെയോ മാധ്യമങ്ങളിലൂടെ അത് പുറത്തു വരികയും ചെയ്തു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അത്തരത്തിലൊരു സാഹചര്യം, അതായത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ നോർവീജിയൻ പ്രധാനമന്ത്രിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അറിയിക്കുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ നൊബേൽ ട്രസ്റ്റ് അല്ലെങ്കിൽ നൊബേൽ സമ്മാനം നൽകുന്ന ട്രസ്റ്റ് നൽകിയ ആ നിരീക്ഷണത്തിനുള്ള ഒരു എതിർപ്പും, സ്വാഭാവികമായും അത്തരമൊരു നിരീക്ഷണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇനി അമേരിക്കയുടെ ശരികളിലൂടെ നീങ്ങാമെന്ന ഒരു നിലപാടുമാണ്. ഇത് പറഞ്ഞിരിക്കുന്ന സാഹചര്യം അതീവ ഗൗരവമുള്ളതാണെന്ന മറ്റൊരു വിഷയവും കൂടിയുണ്ട്. അത് തീർച്ചയായും ഈ ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട, ഡെൻമാർക്കും ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയായതിനാൽ തന്നെ ഇത് വാർത്താ പ്രാധാന്യം അർഹിക്കുന്നൊരു പശ്ചാത്തലവും ഇതിനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ശരി, ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.